വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. നമ്മുടെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ ഗാഥയുടെ വന്നിട്ട് ഒരാൾ ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. നമ്മുടെ കളരിക്കൽ കുടുംബത്തിൻ്റെ ശാപങ്ങളും എല്ലാ സത്യങ്ങളും തുറന്ന് പറയുകയാണ്. നവീൻ്റെ അമ്മയല്ല ഇപ്പോൾ കൂടെയുള്ളത്, പുള്ളിക്കാരൻ്റെ അമ്മ മരിച്ചു പോയതാണ് എന്നുള്ള ശാപമേറ്റ് മരിച്ചതാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഗാഥയെ അറിയിക്കുന്നു. പക്ഷേ ഗാഥ അത് ആദ്യമൊന്നും വിശ്വസിക്കുന്നില്ല. പിന്നീട് അപ്പത്തേനും സിതാരയും സിനിയും അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ അവരും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. അപ്പം നമ്മുടെ ഗാഥ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. ഓരോ സമയങ്ങളിൽ തന്നെ സർപ്പം വന്ന് മുമ്പിൽ നിന്ന കാര്യങ്ങളും എല്ലാം ആലോചിക്കുകയാണ്. അപ്പോൾ അതിലെന്തോ സത്യമുണ്ടെന്നൊക്കെ അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ കൃഷ്ണയാണെങ്കിൽ അമ്മയെ ഓപ്പറേഷൻ ചെയ്യാനുള്ള പൈസ കയ്യിൽ വെച്ചിരിക്കുന്നു. അതുപോലെ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള പൈസയെല്ലാം കൊടുക്കാൻ വേണ്ടി പോകാൻ ഒരുങ്ങിയാണ്. അന്നേരം അമ്മയോട് പറയും, അമ്മ എല്ലാം റെഡി ആയിരിക്കും, ഞാൻ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയും. പിന്നീട് നമ്മുടെ കൃഷ്ണ അമ്മയും കൊണ്ട് തങ്കത്തിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പോൾ ഡോക്ടർ തങ്കത്തിനോട് പറയുന്നത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഹെൽത്തൊക്കെ ഓക്കെ ആണല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അപ്പം നമ്മുടെ തങ്കത്തിന് സന്തോഷമാവും. പക്ഷേ കൃഷ്ണയെ വിളിച്ച് മാറ്റി നിർത്തി ഡോക്ടർ പറയും, ഞാൻ അമ്മയുടെ അടുത്ത് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, അമ്മയുടെ കണ്ടീഷൻ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറയും. അപ്പോൾ കൃഷ്ണ പറയും, അത് പൈസ ഒക്കെ റെഡി ആയിട്ടുണ്ട്, അപ്പോൾ പിന്നെ എന്താ താമസിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ പറയും, കുറച്ച് പൈസ കൂടി റെഡി ആകുന്നുണ്ട്, അതുകൊണ്ടാണെന്ന് പറയും. അപ്പോൾ പറയും, എനിക്കിത് വെച്ച് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് എവിടെയെങ്കിലും മാറ്റാം. അപ്പോൾ പറയാം, അങ്ങനെ പറയല്ലോ ഡോക്ടർ, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം എന്നും പറഞ്ഞ് കൃഷ്ണ കൈകൂപ്പി ഡോക്ടർ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. പിന്നീടാണെങ്കിൽ അപ്പോൾ പിന്നീട് നമ്മുടെ ഗാഥയുടെ അടുത്ത് സിദ്ധാര പറയും, മോളെ ഇപ്പോൾ അപ്പം മുത്തശ്ശി വന്ന് ഗാഥയെ കാണുന്നു, അങ്ങനെ കയ്യിൽ ചരടൊക്കെ കെട്ടിക്കൊടുക്കുന്നു. അപ്പോൾ സിദ്ധാര ചോദിക്കുന്നു, ഇത് എന്തിനാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, അത് ദോഷങ്ങളൊക്കെ മാറാനാണെന്ന് പറയും. അപ്പോൾ പറയും, സർപ്പദോഷം മാറാനാണോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ മുത്തശ്ശി ഒന്നും പറയത്തില്ല. അങ്ങനെ മുത്തശ്ശി ഇറങ്ങിപ്പോകും. അപ്പോൾ സിദ്ധാര പറയും, മോളെ നമുക്ക് ഈ കല്യാണം വേണ്ട, ഇപ്പം നിനക്ക് മനസ്സിലായില്ല, ഇപ്പം സത്യങ്ങളൊക്കെ മനസ്സിലായില്ലേ എന്ന് ഗാഥയോട് ചോദിക്കുക. അപ്പോൾ ഗാഥ പറയും, ശരിയാണ്, ഈ പറഞ്ഞതൊക്കെ സത്യമാണ്, പക്ഷേ എനിക്ക് നവീനെ വിട്ടു പിരിഞ്ഞൊരു ജീവിതമില്ല. അപ്പം നമ്മുടെ സിദ്ധാര പറയും, കളരിക്കൽ കുടുംബത്തിലേക്ക് ഞാൻ ഇപ്പം തന്നെ വിളിക്കാം, നമുക്ക് അവരുമായിട്ട് ഒരു ബന്ധവും വേണ്ട എന്ന് പറയും. അപ്പം ഗാഥ പറയും, വേണ്ട, അവരെ വിളിക്കേണ്ട, എനിക്ക് പക്ഷെ നവീനെ മറക്കാൻ പറ്റത്തില്ല, അവിടെ എന്ത് ശാപമുണ്ടെങ്കിലും ഞാൻ നവീനെ വിവാഹം കഴിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു വിവാഹമില്ല, അതിന് മമ്മി തയ്യാറാണെങ്കിൽ ഞാൻ ഓക്കെ ആണെന്ന് പറയും. അപ്പോൾ ഇത് കേട്ട് സിദ്ധാര ഞെട്ടുകയാണ്. കാരണം ഇവളുടെ അടുത്ത് ഒന്നും നടക്കത്തില്ല, ഇവൾ നവീനെ കെട്ടുള്ളൂന്ന വാശിയിൽ തന്നെ നിൽക്കുകയാണ്. ഇങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ സിതാരയാണെങ്കിൽ നമ്മുടെ സിമിയുടെ അടുത്തൊരു കാര്യം അവതരിപ്പിക്കുകയാണ്. ഈ ഗാഥയെ പോലൊരു പെൺകുട്ടിയെ ഞാനിങ്ങനെ കണ്ടു, അത് അന്വേഷിക്കണം ആരാണെന്ന് പറയാം. അങ്ങനെ ടൗണിൽ സിമി ഈ ഫോട്ടോയും വെച്ച് എല്ലായിടത്തും പോയി അന്വേഷിക്കുകയാണ്. അപ്പോൾ ഓട്ടോക്കാർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും, ഇങ്ങനെ ഗോപാലിൻ്റെ കാര്യങ്ങളും എല്ലാം അറിയിക്കുകയാണ്. അങ്ങനെ അപ്പോൾ സിനിയോട് നമ്മുടെ സിതാര പറയും, നമുക്ക് അവളെ കണ്ടെത്തണം, എങ്ങനെയും പോകണമെന്ന് പറയും. അങ്ങനെ ഇവർ അന്വേഷിച്ച് ലാസ്റ്റ് എത്തുന്നത് തങ്കത്തിൻ്റെ വീട്ടിലാണ്. തങ്കത്തിനെ കാണുമ്പോൾ നമ്മുടെ സിതാര ഞെട്ടുകയാണ്. കാരണം പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ രണ്ടുപേരും ഡാൻസ് കളിക്കുന്ന കാര്യങ്ങളൊക്കെ പഴയ ഓർമ്മകളിലേക്ക് ഇങ്ങനെ വരിക. തങ്കവും ഞെട്ടി തരിച്ചിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.